നമുക്കിന്ന് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് 1940 ബേസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 720 കൊണ്ട് ബാക്കി ഞാൻ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കണം. അപ്പോൾ പെട്ടെന്ന് ഉരുകി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ ഒരുപാട് സമയം വെക്കേണ്ടി വരും. വളരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അടുത്തതിന് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൂവ് അടുത്ത് വെച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ചുക. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇറങ്ങി വരും. അത്രയും കളർ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ജ്യൂസ് എടുത്ത് അതാണ് സോപ്പിനകത്ത് നമ്മൾ ചേർക്കുന്നത്. അല്ലാതെ വേറെ കെമിക്കലോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, യഥാർത്ഥ ജ്യൂസ് തന്നെ നമ്മൾ ചേർക്കുന്നത്. പെട്ടെന്ന് തന്നെ ജ്യൂസ് കളറ് മാറി കിട്ടിയണ്ട നല്ല നീല കളറാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ജ്യൂസാക്കി കുടിക്കുകയും ചെയ്യാം. ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഇത്. സോപ്പെന്ന് പറയുമ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ തൊലിപ്പുറത്തുള്ള എല്ലാ ഇതിനും പറ്റിയതാണ്. നമ്മൾ അല്ലാതെ മേടിക്കുന്നതിനകത്ത് അവർ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇത് കളറല്ല, ശരിക്കുള്ള ജ്യൂസ് ചേർക്കുകയാണ്. നല്ല നീല നിറമാണ്. ഇതെന്താ ഒരു മായമില്ലാതെ നമ്മൾ ഒറിജിനൽ കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് ജ്യൂസ് അരിച്ചെടുക്കാം. നല്ല നീല കളറാണ് കിട്ടുന്നത് കേട്ടോ. ബാക്കിയുള്ള നമ്മൾ കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഫ്രിഡ്ജിനകത്ത് ഐസ് ക്യൂബ് ആക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളമോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എടുക്കാം. നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. അതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബേസ് അതിനകത്ത് ഇറക്കി വെക്കുക. എന്നിട്ട് കുറച്ച് തീയൊന്ന് കുറച്ചിടുക. നമുക്ക് പെട്ടെന്ന് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി ഗ്യാസിൻ്റെ ഇതൊന്ന് കുറച്ചിടുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെക്കണം, എന്നാലേ അത് ഉരുകി ഇറങ്ങത്തുള്ളൂ. അടുത്തതിന് നമുക്ക് സോപ്പിൽ ചേർക്കേണ്ട ചേരുവകളുണ്ട്. നിർബന്ധമില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ കുളിക്കുന്നതല്ലേ, അപ്പോൾ നല്ല ഫേസിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള ഐറ്റങ്ങളാണ്. ഇത് ഗ്ലിസറിനാണ്. ഇത് റോസ് വാട്ടറുണ്ട്, അലോവേറ ജെല്ല് അത് നമ്മൾ ചേർക്കും. വൈറ്റമിൻ ഇ അതിൻ്റെ ടാബ്ലറ്റ് നമ്മൾ പൊട്ടിച്ചതിനകത്ത് ചേർക്കും. പിന്നെ മണത്തിന് വേണ്ടി നമ്മൾ ലാവൻഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്യും. നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ചാണ് ഇത് കൂടുതലും കുറവൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ 24 സോപ്പിന് കണക്കാക്കി 2 കിലോയ്ക്ക് എടുത്ത് 1 കിലോയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2 കിലോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള സാധനങ്ങളാണ് ഗ്ലിസറിൻ ആയാലും റോസ് വാട്ടർ ആയാലും വൈറ്റമിൻ്റെ ടാബ്ലറ്റ് ആയാലും എല്ലാം നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ അളവിനനുസരിച്ച് 1 കിലോയ്ക്ക് ഇത്ര എന്നുള്ള അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ചേർക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മറ്റേ ബേസ് ചൂടായി കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കേണ്ട. അപ്പോൾ നേരത്തെ നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ ജ്യൂസ് ഒരു 2 കിലോ ആകുമ്പോൾ ഒരു 200 മില്ലി വരെ നമുക്ക് ചേർക്കാം. നമ്മൾ അത്രയും ചേർക്കുന്നില്ല. നമുക്കൊരു 100 മില്ലി ജ്യൂസ് ചേർക്കാം. 100 മില്ലി ജ്യൂസ് 2 കിലോയ്ക്ക് നമുക്ക് 200 മില്ലി വരെ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ 100 മില്ലിയെ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ കളർ കണ്ട ഇതേ കളറായിരിക്കും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ. നല്ല കളറാണ്. കുറച്ച് സമയമായി, എന്നിട്ടും ഇത് കറക്റ്റായിട്ട് ജ്യൂസായില്ല. കുറച്ച് സമയം കൂടെ എടുക്കും ഇനി അതൊന്ന് ഇതായി വരെ. അപ്പോൾ ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനകത്തോട്ട് ജ്യൂസ് ഒഴിക്കാം.
കളറും ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി അതിനകത്തോട്ട് മണം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. രണ്ട് കിലോ ആയതുകൊണ്ട് നമുക്ക് 100 മില്ലി എടുക്കാം. എല്ലാവർക്കും സോപ്പിന് നല്ല മണമാണ് വേണ്ടത്. മണം അതിനകത്ത് നമുക്ക് കിട്ടും. മോഡ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 24 മോഡ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി മോഡിനകത്തോട്ട് ഇത് ഒഴിക്കാം. നല്ല നീല കളറാണ്, വേണ്ട നല്ല കളറ് കിട്ടും. അപ്പോൾ നമുക്ക് 24 സോപ്പ് കിട്ടിയിട്ടുണ്ട്. 24 സോപ്പ്, 2 കിലോ എടുത്ത 24 സോപ്പ് ഇട്ടുണ്ട്. നമ്മുടെ സോപ്പിൻ്റെ കളർ കണ്ടോ, നല്ല നീല കളറാണ്, നല്ല കണ്ണാടി പോലത്തെ സോപ്പാണ് കണ്ടോ. അപ്പോൾ 24 സോപ്പ് നമുക്ക് 2 കിലോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസിനകത്ത് നമ്മൾ ഉണ്ടാക്കിയാണ്. കളർ കണ്ടോ. ഇനി ഇത് ഒരു ദിവസം ഇരുന്നിട്ട് നാളെ നമുക്ക് ഇളക്കാം.